1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി എന്തായാലും പറയണം. ആ ജോബിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ജോലി നോക്കി കയറാന്നാ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്കുണ്ടായത് എന്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ, എങ്ങനത്തെ കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ആവശ്യത്തിൽ അധികം കാശ് നമുക്ക് എന്തായാലും വേണം. നമ്മൾ ആവശ്യങ്ങൾ നടന്നു പോകണം. പിന്നെ ഇടയ്ക്ക് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള കാശ് വേണം. ഒരു സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള കാശ് വേണം. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു മടുപ്പ് വരികയാണ് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പറ്റണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കാശ് നമുക്ക് എന്തായാലും വേണം. അപ്പൊ കാശ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിതാ വീട്ടിലുണ്ട്, സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴാ 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്, അപ്പൊ എന്തായാലും എനിക്ക് അതിന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആ ജേർണി എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. ഇന്നിപ്പം ജൂൺ 16 ആയി. നമുക്ക് ജൂൺ 1 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അടിപൊളി അടിപൊളി അടിപൊളി. കുറച്ച് 2-3-4 ദിവസമായിട്ട് ഇങ്ങനെ 9-ൽ ഇരിക്കായിരുന്നു, ഫുൾ 9 ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കും 1 ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്ത് നോക്കിയായിരുന്നു. ഓ അടിപൊളി. ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനും. എനിക്ക് എന്തൊക്കെയാ എൻ്റെ ആ ഒരു ജേർണി പറയാണ്. ഐ മീൻ ഇത് ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ്, നമ്മൾ ഫസ്റ്റ് കടന്നാണ്. ബാക്കി ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ ഞാന് അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എനിക്കിങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയവും അതിനുള്ളൊരു ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് മോണിറ്റൈസ് ആയിട്ടില്ലല്ലോ, 1K സബ്സ്ക്രൈബേഴ്സ് അല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ അത് എൻ്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ്. എൻ്റെ ഫസ്റ്റ് ഒരു കടമ്പ ഞാൻ കടന്നതാണ് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ. അപ്പൊ അതിനെപ്പറ്റി എന്തായാലും പറയണം. ഇപ്പൊ 1K സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളതൊക്കെ ചെറിയ കാര്യമില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നായിരിക്കും. പക്ഷെ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് 2026 ഈ ഇയറിൽ ജാനുവരി 19 അതും ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. ഞാൻ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ ഞാൻ കൊടൈക്കനാൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പോയതായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ അതും പോർട്രേറ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ എടുത്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ വീഡിയോസ് നോക്കിയപ്പം ഒരു കഥ തന്നെ ഉണ്ട് അത്. അപ്പൊ ഞാൻ വിചാരിച്ചു പോർട്രേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജാൻ 19 എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതിന്. എനിക്ക് ഭയങ്കര റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തപ്പോഴാണെങ്കിലും ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വീഡിയോ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു പോലെ ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ജേർണി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ എൻ്റെ പേരെന്താണെന്ന് അറിയോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ആരും അതിനെപ്പറ്റി യൂട്യൂബിൽ ആരും വന്ന് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻഷ എന്നാണ്. വീട്ടിൽ എന്നെ അഞ്ജു എന്നാ വിളിക്കുക. അപ്പൊ എൻ്റെ വ്ളോഗ്സ് എല്ലാം എപ്പോഴും വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെയും ചുറ്റിപ്പറ്റിയിട്ടുള്ളതായതുകൊണ്ട് അവരൊക്കെ എന്നെ അഞ്ജു എന്നാ വിളിക്കുക. അപ്പൊ നിങ്ങൾക്കും അത് കേട്ടിട്ടായിരിക്കും പരിചയം. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് കേട്ടിട്ടായിരിക്കും പരിചയം. ഇനിയിപ്പോ പുതിയത് കാണാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും അതൊക്കെ തന്നെയായിരിക്കും കേൾക്കാൻ പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് അഞ്ജുന്നോ അൻഷാന്നോ എന്ത് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനൊരു 8-9-10 ഇയേഴ്സ് ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഈ കൊടൈക്കനാൽ ട്രിപ്പ് എന്ന് പറഞ്ഞില്ല, അത് പോകുന്നതിന്റെ ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശും കൊണ്ടായിരുന്നു ഞാൻ ട്രിപ്പ് പോയത്. ആ ജോബിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ജോലി നോക്കി കയറാന്നാ വിചാരിച്ചിട്ടുണ്ടായത്.
പിന്നെ എവിടെയോ ഇതന്നെയാ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലി ഇറങ്ങുന്നു, അടുത്ത ജോലി കയറുന്നത് തന്നെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ കുറെ അതന്നെ ചെയ്ത് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, ആ ഒരു സിറ്റുവേഷനിലായപ്പോഴാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. പിന്നെ ഇത്രയും കാലമായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുന്നോട്ടാണെങ്കിൽ ഇത് തന്നെ ചെയ്യാനാണ് ആഗ്രഹം. ഞാനിപ്പോ യൂട്യൂബ് ആണെങ്കിലും എന്റെ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഇതൊക്കെ ആ ജോലിയോട് ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ടും എനിക്ക് ഇത് ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്ക് ഇതന്നെ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ജോലി ഞാൻ നോക്കിയില്ല. ഞാനിങ്ങനെ കുറച്ചൊരു ബ്രേക്ക് എടുത്തു. പിന്നെ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്, വേറെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു പോലെ. നിങ്ങൾ അമ്മേനൊക്കെ എന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അമ്മ അടിപൊളിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഭയങ്കര ഉഷാറായിട്ട് ചാടി ചാടി നിൽക്കുന്ന ആളാണ് അമ്മ. എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് വരുന്നോട്ട് വെച്ച് കാണാം, അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അമ്മയും കുറെ കാലമായിട്ട് വെറുതെ ഇരിക്കുകയാണ്, ഹൗസ് വൈഫാണ്. അമ്മ പണ്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അമ്മ അങ്ങനെ വീട്ടിലിരിക്കുന്ന ആളെ അല്ല. ഇപ്പൊ നമ്മൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം അമ്മ പാവം എപ്പോഴും വീട്ടിൽ തന്നെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു കുട്ടി ബിസിനസ് ചെയ്യാന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണവുമായി റിലേറ്റ് ചെയ്ത ബിസിനസ് ആയിരുന്നു, ഫുഡുമായിട്ട്. പക്ഷെ അപ്പോഴാണല്ലോ ഈ ഗ്യാസിന്റെയും ഇതിന്റെയൊക്കെ സീന് വന്നപ്പം അതും ഒന്ന് തൽക്കാലം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ മുന്നോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇനിയിപ്പോ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും ജോലിക്ക് പോകാനാണെങ്കിലും റെഡിയാണ്. പക്ഷെ ഒരു ട്രൈ നമുക്ക് നടത്താന്നുള്ള പോലെയാണ്. അപ്പം വേറെ ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും യൂട്യൂബ് എപ്പോഴും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും അത് എഡിറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതും എന്തുണ്ടെങ്കിലും ഇത് കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ എന്തൊക്കെയാ പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാട്ടോ, പിന്നെ നമ്മൾ മിസ്സായി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്ന് പറയാം, ഇപ്പൊ ക്യാമറ ഫിയർ, നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഒരു നാണവും മടിയൊക്കെ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര നാണായിരിക്കും, മടിയായിരിക്കും. ഒന്ന് ചെയ്ത് പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ ഞാൻ മടുപ്പായിരിക്കും എന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷെ എവിടെയോ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമില്ല. ഭയങ്കര ഈസി ആയിട്ടാണ്, അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് വ്ളോഗ്സും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ടെൻഷൻ ഇല്ല കേട്ടോ. ഞാൻ കൂളായിട്ടാണ് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ എനിക്ക് ഉണ്ടായത് എന്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ, എങ്ങനത്തെ കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ എന്താ എന്റെ ലൈഫിൽ ചെയ്യുന്നത്, എന്റെ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നത്, അതിനെ ഡോക്യുമെന്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാന്നാ വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നതും. അപ്പൊ ഞാനിങ്ങനെ ട്രയൽ ചെയ്യുന്ന. ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല്, വീട്ടിലാണെങ്കിൽ എനിക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ അടക്കി പെറുക്കി ഒതുക്കി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെയ്യും. അതുപോലെ ഞാൻ കാണുന്ന വീഡിയോസ് ആണെങ്കിലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാറുമുണ്ട്. പിന്നെ കുക്കിംഗ്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്, കഴിപ്പിക്കാനും ഇഷ്ടമാണ്. അപ്പൊ അത് അടുത്ത കോണ്ടന്റ്. പിന്നെ നമുക്ക് ഫിറ്റ്നസ് പരിപാടികളൊക്കെ ഇപ്പം കുറച്ച് ബ്രേക്കാണ്, എന്നാലും വർക്കൗട്ട് ചെയ്യാനും സ്വിമ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ യാത്രകൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ നമ്മളായിട്ട് തീരുമാനം എടുത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മള് അങ്ങനെ ലൈഫിലേക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അതങ്ങനെ നടക്കുമ്പോൾ നടക്കട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടക്കുന്ന, നമ്മൾ കല്യാണത്തിന് പോകുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇടാന്നാണ് വിചാരിച്ചത്. അത് ഞാൻ ചെയ്യുന്നതും. പിന്നെ എന്താ, അപ്പൊ ഞാനിപ്പം വീട്ടിലെ വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഒക്കെ ഒരു ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്താൽ മതിയാവും. ഇപ്പൊ ക്ലീൻ ചെയ്യുന്നത് വീണ്ടും ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണിക്കുമ്പോൾ ആൾക്കാർക്ക് സെയിം സ്ഥലം ഇത് തന്നെയല്ലേ കാണണം, മടുപ്പായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് നിങ്ങൾ കമന്റിൽ പറയുമ്പോഴും എന്നുള്ള റീച്ച് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ഗാർഡനിങ് ആണെങ്കിലും സെയിം ഗാർഡൻ സെയിം ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്, നിങ്ങൾക്ക് മടുപ്പാവുന്ന വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, നിങ്ങൾ എന്നോട് വീണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഗാർഡനിങ് വീഡിയോ ചെയ്യോ എന്നാണ്. എനിക്കിഷ്ടമാണ് ഗാർഡനിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്തിടാനും എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യും. പിന്നെന്താ, ഇപ്പൊ ഞാൻ ഈ വ്ളോഗ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ജാൻ 19 അല്ലെ, ഫെബ് 19, മാർച്ച് 19, മെയ് 19,
ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 4.5 മാസം ആവാറായി. അപ്പൊ ഈ 4.5 മാസത്തിന് എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാല്, ഞാൻ ഈ റീച്ചും കാര്യങ്ങളും അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങള് ഒന്ന് ശരിക്കും നോക്കൂ. ഇപ്പം ജാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എത്ര 4-5 മാസം. ഈ മാസത്തില് നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ വ്ളോഗ്സ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ അതൊന്നുമില്ല, ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യൽ പരിപാടി അങ്ങനെ ഒന്നുമില്ല. ലൈഫ് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് അത് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ലൈഫിൽ അങ്ങനെ നടന്നല്ലോ. നല്ല കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ നമുക്ക് വിഷമം വരുന്ന മോശം കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ട് വന്നല്ലോ, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ വീഡിയോസ് നമ്മളിപ്പോ എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം എന്റെ ഭാഗത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, അയ്യോ അവർക്ക് വിഷമായല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ ആ പറഞ്ഞപ്പോ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. അതേപോലെ ചിലപ്പോൾ ആ സമയത്ത് അത്ര സന്തോഷിച്ചിട്ടുണ്ടാവില്ല, അതിങ്ങനെ ഫ്ലോയിൽ നടന്നു പോയ എന്തോ ഒരു കാര്യമായിരിക്കും. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ലൈഫിൽ നടന്നു പോയിട്ട്. അപ്പൊ നമുക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു റിയലൈസേഷൻ ആണ്. അതെനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വ്ളോഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ തുടങ്ങും. എപ്പോഴും ഞാൻ കൂടെയുള്ള ആൾക്കാരൊരു പ്രൈവസി എപ്പോഴും നോക്കും. ഇപ്പം ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പം അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ചിലപ്പോൾ അവരെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാറുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അങ്ങനെ മാത്രമേ ഷൂട്ട് ചെയ്യാറ്. ഇപ്പൊ താല്പര്യം കാണിക്കാത്ത ക്യാമറ ഷൈലുള്ള ആൾക്കാരൊക്കെ ഞാൻ മാക്സിമം അതൊന്നും ഒഴിവാക്കാറുണ്ട്. പിന്നെ എനിക്ക് അത്രയും ആത്മബന്ധമുള്ള ആൾക്കാരൊക്കെ ഞാൻ പിന്നെ പിടിച്ചിടാറുണ്ട്. എന്നാലും ഞാൻ അവരെ പ്രൈവസി എപ്പോഴും നോക്കാറുണ്ട്. ഇവിടുന്ന് ഷൂട്ട് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അതിന് നിൽക്കാറേ ഇല്ല. അങ്ങനെ. അപ്പൊ ഞാൻ എപ്പോഴും ആൾക്കാരെ പ്രൈവസി നോക്കാറുണ്ട്. ഇപ്പം അതേപോലെ പുറത്തു പോകുമ്പോഴാണെങ്കിലും, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്യാറില്ല. ഞാൻ അല്ലാതെ വീഡിയോയിൽ വന്നിട്ട് പിന്നെ എന്താ നടന്ന കാര്യം എന്ന് പറയാൻ ശ്രമിക്കാറാണ് ചെയ്യാറ്. അടുത്തത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റിയാട്ടോ പറയാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ബ്ലോഗ് ചെയ്ത് തുടങ്ങിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ല, അല്ലാതെ ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ പറ്റിയാണ്. അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് അമ്മേനെ പറ്റി തന്നെയാണ് കേട്ടോ. അമ്മ എത്ര കാലം എന്നോട് പറയുന്നത്, എടീ ഈ വീഡിയോ ഷൂട്ട് ചെയ്യും, യൂട്യൂബിൽ ഇട്, സൂസിനെ അൽസേനെയും വെറുതെ ആ വീഡിയോ എടുക്കുക, ഈ വീഡിയോ എടുക്കുക, അത് എടുത്തിട്ടാ പോരെ, നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്താൽ പോരെ, നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇട്ടൂടെ അമ്മ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ പിന്നെ ഒന്ന് പോയെന്നൊക്കെയുള്ള പോലെ പറഞ്ഞ് ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാറാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഞാൻ ആ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്ക് ചെയ്തു നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതേപോലെ അമ്മ, ഏട്ടൻ, ഇപ്പൊ ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണല്ലോ, എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങി നിന്ന് ഞാൻ ലിറ്ററലി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വ്ളോഗ്സ് കാര്യങ്ങൾ പോകുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കാര്യങ്ങൾ, ഫേസ്ബുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അത് കൂടാതെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചോദിച്ചാല്, ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യും, പിന്നെ റീൽസ് ഒക്കെ. അപ്പൊ ചിലപ്പോൾ ഏട്ടന്റെ വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്, ഏട്ടന്റെ വർക്കിന്റെ വീഡിയോസ്. അതേപോലെ ഇടയ്ക്ക് നവ്യ ചേച്ചി, അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ എക്സ്ട്രാ ആരെങ്കിലൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്കൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യും. അപ്പൊ അതൊന്നൊക്കെ എനിക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം പോലെ കിട്ടാറുണ്ട്. അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്, അല്ലാതെ എക്സ്ട്രാ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് വീഡിയോസ് ഷൂട്ട് ചെയ്യലും എഡിറ്റിലും കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും എനിക്ക് ഇൻകം വരുന്ന ഒരു കാര്യമൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും എനിക്കൊരു പ്രഷറും ഇതുവരെ തന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ചെയ്ത് പോട്ടെ എന്നായിരിക്കും അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്കൊരു ഗിൽട്ട് ഉണ്ട്, അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയല്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഗിൽട്ട് അല്ല, കാശ് വരുന്നില്ലല്ലോ, എനിക്ക് കാശ് നമുക്ക് അത്യാവശ്യമാണ്, അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് അത്ര ചെലവുള്ള ആളൊന്നുമല്ല. ഞാൻ ഇപ്പൊ വീട്ടിലായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട്, കിടന്നുറങ്ങാൻ സ്ഥലമുണ്ട്. ഞാൻ വളരെ റയറായിട്ട് പുറത്തിറങ്ങുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചെലവുകളും വരാനില്ല.
പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്ക് കാശ് വേണം. ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് പൈസ നമുക്ക്, എനിക്ക് എന്റെ ആവശ്യത്തിനുള്ള പൈസ മതി മാത്രമാണ് ഞാൻ പണ്ട് തൊട്ടേ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് എന്ത് സാലറി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പൈസ കാര്യം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ലോൺ അങ്ങനത്തെ പരിപാടി അതൊക്കെ തീർക്കുക എന്നല്ലാതെ എനിക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കാശ് വേണം. നമുക്ക് ആവശ്യത്തിൽ അധികം കാശ് നമുക്ക് എന്തായാലും വേണം. നമ്മൾ ആവശ്യങ്ങൾ നടന്നു പോകണം. പിന്നെ ഇടയ്ക്ക് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള കാശ് വേണം. ഒരു സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള കാശ് വേണം. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു മടുപ്പ് വരികയാണ് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പറ്റണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കാശ് നമുക്ക് എന്തായാലും വേണം. അപ്പൊ കാശ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എനിക്കിപ്പം വരുമാനം ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രഷറും തരാണ്ട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഏട്ടനാണെങ്കിലും എന്നെ ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണ്, മാളു നിങ്ങൾക്ക് മാളുവിനെ അറിയാലോ. മാളു എന്താ പറയാ, ഭയങ്കര സപ്പോർട്ട് തന്നെ. നമ്മള് വീഡിയോ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എപ്പോഴും നല്ലതാന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും കുഞ്ഞൊരു ഇപ്പൊ എനിക്ക് കുഞ്ഞു കാര്യം എന്റെ ലൈഫിൽ നടക്കാണ്, ഈ വീഡിയോ സംബന്ധമായിട്ട് എഡിറ്റ് ചെയ്യലും പരിപാടികൾ, നല്ല വീഡിയോ എഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് റീച്ച് കൂടുന്നു, അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴൊക്കെ അവള് ഭയങ്കര സപ്പോർട്ട്. പ്രൗഡ് ഓഫ് യു അഞ്ജു, അടിപൊളിയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ നന്നായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് എന്റെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കഥ. ഇനി അടുത്തത്, ഇപ്പം ഞാൻ ഇപ്പൊ എന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്, എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഞാനിപ്പോ 4.5 മാസമായി ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഒരു ജിമെയിൽ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാലോ. അപ്പൊ എനിക്ക് കുറെ കാലമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോസ് എപ്പോഴൊക്കെയോ ഷോർട്സ് ഒക്കെ നമ്മൾ റീലിൽ ഇടുന്ന ഷോർട്സ് ഒക്കെ ഞാൻ എപ്പോഴൊക്കെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അത് ചെയ്യണമെന്ന് വിചാരിക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ തൊട്ട് അന്ന് തൊട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് വരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് ആണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഷോർട്സ് ആണെങ്കിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ബ്രേക്ക് ആയിട്ടേ ഇല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി ഇതന്നെയാണ് മുന്നോട്ടുള്ള വഴി. അപ്പൊ നമുക്ക് ചിലപ്പം വീഡിയോ വലിയ റീച്ച് ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടാവില്ല. അപ്പോഴൊക്കെ നമുക്ക് ഒരു ചെറിയ മടുപ്പ് എന്തായാലും വരും. നമ്മളൊരു വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്യുക, അത് ഇരുന്ന് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. നമ്മൾ അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് ഐഡിയാസ് വരണം, നമ്മൾ ട്രൈപോഡ് സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇത്ര എഫേർട്ട് ഇടുമ്പോൾ അതിനുള്ള റിസൾട്ട് വരാണ്ടാകുമ്പോൾ നമുക്കൊരു വിഷമവും മടുപ്പൊക്കെ ഉണ്ടാവും. എനിക്കും ആ വിഷമവും മടുപ്പൊക്കെ എവിടേക്കോ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ എന്റെ വീഡിയോസ് 100 റീച്ച്, അല്ലെങ്കിൽ ഒരു 100, 150, 200 റീച്ച് ഒക്കെ ആകുമ്പോഴും അപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമല്ലാട്ടുണ്ടായിട്ടില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു നേരത്തെ. എനിക്കറിയാലോ, ഞാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് വേറെ ഏജൻസിയിൽ വേറെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കൊണ്ട് എനിക്ക് അറിയാം ഇപ്പൊ യൂട്യൂബിന് എത്ര കാലം എടുക്കും റീച്ച് വരണമെങ്കിൽ, ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് റീച്ച് വരിക, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നോളജ് എനിക്കില്ല. അപ്പൊ എനിക്ക് അറിയാം ഇത് സമയം എടുക്കും എന്നുള്ള കാര്യം അറിയാം. എന്നെങ്കിൽ പോലും എനിക്കൊരു 150 റീച്ച്, 200 റീച്ച് ആകുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കാന്ന് വെച്ചാല്, നമ്മളിപ്പോ വീട്ടിൽ ഒരു പരിപാടി നടക്കണം. അപ്പൊ പരിപാടി വിളിക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യൂലേ. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു 100 ആള് 150 ആള് എന്ന് പറയുന്നത് ചെറിയ ഒരു ഇതാണോ? അല്ലല്ലോ. അത് അത്ര ആൾക്കാരില്ല. അപ്പൊ ഒരു 150 ആൾക്കാർ എന്റെ വീഡിയോ കാണുമെന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമല്ലേ. അപ്പൊ എനിക്ക് എപ്പോഴും അത്ര ആൾക്കാർ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. എനിക്ക് എന്റെ വീഡിയോസിൽ കമന്റ് ചെയ്യും, അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ കേട്ടോ. എനിക്ക് സത്യം പറയാം, യൂട്യൂബ് ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്റെ ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ട് തോന്നും. ഇൻസ്റ്റഗ്രാമിൽ വെച്ചാൽ കുറെ വൈഡ് ആയിട്ട് കുറെ ഫേക്ക് അത് ഇതൊക്കെ വരും. യൂട്യൂബിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും അങ്ങനെ കുറെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരും അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ഞാൻ ചാനൽ തുടങ്ങി, എന്റെ ബ്ലോഗിങ് തുടങ്ങിയപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എപ്പോഴും എനിക്കൊരു ഫാമിലി പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് തന്നെയാണ് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാ പറയാ കേട്ടോ. ഇപ്പൊ ഞാൻ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രശ്നം എന്താ അറിയോ? ഫോണിന്റെ സ്റ്റോറേജ്.
ലോങ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റോറേജിന്റെ പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഈ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് പ്രശ്നമായിരുന്നു, ഇത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കുറച്ചെടുക്കുമ്പോഴത്തിന് സ്റ്റോറേജ് ഫുൾ ആവുന്ന, ഫോൺ ഹീറ്റ് ആവുന്ന, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബൊക്കെ നോക്കി അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെതെല്ലാം ക്ലിയർ ചെയ്ത് എപ്പോഴും ഫോൺ ഇങ്ങനെ ഫ്രഷ് ആക്കി വെക്കും. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്ളോഗ് മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, അപ്പൊ ഞാൻ എന്താക്കും, ആ ആ വീഡിയോസ് മൊത്തം ഞാൻ ലാപ്ടോപ്പിലേക്ക് മാറ്റും, എന്നിട്ട് ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ 3-4 വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇതുപോലെ ലാപ്പിലാക്കിയിട്ട് എല്ലാം ഒരു ഫോൾഡർ ആക്കി വെക്കും. എന്നിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഫോൾഡറിൽ നിന്നുള്ള വീഡിയോസ് മൊത്തം ഈ ഫോണിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം ഞാൻ സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷം ഞാൻ ഫോണിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ഫോണിൽ ഡിലീറ്റ് ചെയ്യാറാ ചെയ്യല്. പക്ഷേ പിന്നീട് എനിക്ക് പിന്നെ അതെന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, എന്തെങ്കിലും ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ ഫോണൊന്നും പോകും, വീണ്ടും നമ്മൾ ലാപ്പിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യണം, അങ്ങനെ കുറെ ടാസ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത വ്ലോഗ് ലൈവായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യും, ഞാൻ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യാറ്, ക്യാപ്കട്ടിനും ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ പാറ്റേൺ പോകുന്നത്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കും വീഡിയോ, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ നോർമലി ഓഫീസിൽ എങ്ങനെയാ പോകാറ് അതുപോലെ തന്നെ രാവിലെ എണീക്കുന്നു, ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ വന്ന് എൻ്റെ ഡയറിയും ലാപ്ടോപ്പും ഫോണും വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കും. ഞാൻ എഴുതി വെക്കും തലേന്ന് നാളെ എന്തൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയുമെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ എല്ലാം എഴുതി വെക്കും. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടേ അങ്ങനെ എഴുതി വെക്കും കേട്ടോ. ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വർക്ക് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങുന്നതിന് മുമ്പ് നാളത്തേക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എല്ലാം എഴുതി വെക്കും. എന്നിട്ട് രാവിലെ വന്നിട്ട് അത് നോക്കിയിട്ട് ഓരോന്ന് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുക ചെയ്യുക. ആ സെയിം പാറ്റേൺ ആണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എഴുതി വെച്ച് നോക്കിയിട്ട് ഞാൻ ഓരോന്ന് എഡിറ്റ് ചെയ്ത് ആ പണിയെല്ലാം തീർക്കും. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അതിൽ എഴുതി വെക്കും. എനിക്ക് ചിലപ്പോൾ ചെടി നനയ്ക്കാണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാണ്ട് ഒക്കെ അതാണെങ്കിൽ എഴുതി വെക്കും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോയി പണികൾ തീർക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടോ, ആദ്യമേ ഞാൻ കുറെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എനിക്കൊരു വെപ്രാളമായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ള് ഇപ്പൊ ഒരു 3-4 വ്ളോഗ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് സ്കെഡ്യൂൾ ചെയ്ത് അതേപോലെ റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ ഫുൾ എഡിറ്റ് ചെയ്ത് ഒരു 1-2 ആഴ്ചത്തേക്കുള്ളൊക്കെ ചെയ്ത് തീർത്ത് വെക്കും. എന്നിട്ട് പണിയൊക്കെ തീർത്തിട്ട് പിന്നെ ഞാൻ വീണ്ടും ഈ വീഡിയോസിന് ഇതിനെ പറ്റി ചിന്തിക്കും. അയ്യോ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, വീണ്ടും പോയി എഡിറ്റ് ചെയ്യലും പരിപാടികൾ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. ഞാൻ ഇപ്പൊ എനിക്ക് നാളെ ഒരു വ്ളോഗ് ഇടാനുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നോ തലേ ദിവസം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വ്ളോഗ് ലൈവ് ആയതിനു ശേഷം ഞാൻ അടുത്ത വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പോകാറുള്ളൂ. അങ്ങനെയാണ്. ഇപ്പൊ റീൽസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഷോർട്ട് അല്ലേ. മറ്റേ ഇതാകുമ്പോൾ വ്ളോഗ് ആകുമ്പോൾ ലോങ് വീഡിയോ അല്ലേ, അപ്പൊ ഫോണിലെ സ്പേസും ഫോൺ ഹീറ്റാവുന്ന പരിപാടിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നിൽക്കാത്തത് കൊണ്ട് ഞാൻ എന്താക്കും, ഇതേപോലെ ഒരു വ്ളോഗ് കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗ് എഡിറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ വ്ളോഗ് ഷൂട്ട് ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ എനിക്കൊരു വ്ളോഗ് പോകാനുണ്ട്. ഇനി എനിക്ക് ഒരു 3 വ്ളോഗും കൂടി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ, എഡിറ്റ് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഒരു 3 വ്ളോഗും കൂടി. അപ്പം എനിക്കൊരു സമാധാനമുണ്ട്. ഈ 3 കൗണ്ട് കുറയുമ്പോൾ എനിക്ക് ടെൻഷനാവും, ഇനിയിപ്പോ എന്താ ഇനി ഷൂട്ട് ചെയ്യണ്ട, ഇനി എന്താക്കണം, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് വരും. അപ്പൊ ആ ടെൻഷൻ വരാതിരിക്കാൻ ഒരു 3 എണ്ണമൊക്കെ ആകുമ്പോഴേ ഞാൻ ഇനി അടുത്ത വ്ളോഗിനുള്ളത് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത വ്ളോഗ് ഷൂട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാറ്. അങ്ങനെയാണ് എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഇപ്പം പോകുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾക്ക് അറിയാം, ഐ മീൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കി, ഞാൻ അടുത്ത വ്ളോഗിൽ അതിനെ പറ്റിയൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനിയാണ് ഇതുപോലത്തെ എന്റെ വീഡിയോ മോണിറ്റൈസ് ആയിട്ട്, ഐ മീൻ എന്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഞാൻ ഇതേപോലത്തെ ഈ ഒരു ടൈപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു സോ 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 മച്ച്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് നിങ്ങളോട് തന്നെയാണ് നന്ദി പറയാനുള്ളത്. എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇങ്ങനെ മടുപ്പ് കൂടാതെ ഇനിയും ചെയ്യണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വരുന്നത്. അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.